Staring at herself in the mirror on the restroom door. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി കുട്ടനാടൻ സ്റ്റൈലിലുള്ള താറാവിൻ റോസ്റ്റ് ആയിട്ടാണ്. താറാവ് എല്ലാവർക്കും ഇഷ്ടമാണോ? എനിക്ക് പൊതുവെ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കൂടുതലും ഈ ചിക്കനായാലും താറാവായാലും ഒക്കെ എന്താ പറയുക, മാംസമുള്ള കഷ്ണത്തിനായിട്ട് എല്ലുള്ള ടൈപ്പാണ് ഇഷ്ടം. അപ്പം ഞാൻ കൂടുതലും നാടൻ ചിക്കൻ അതുപോലെ നാടൻ താറാവൊക്കെ ആകുമ്പോൾ എല്ലുള്ള നല്ല കഷ്ണങ്ങളുണ്ടാവും. എനിക്ക് അങ്ങനത്തെയാണ് കൂടുതലും ഇഷ്ടം. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു നല്ല കുട്ടനാടൻ സ്റ്റൈലിലുള്ള കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള നല്ല താറാവ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്കത് ഞാനെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പം എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ടച്ച് ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ടച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആർക്കും പുറത്തൊന്നും പോകാൻ പറ്റാത്ത അത്രയും ഒരു പാൻഡമിക് സിറ്റുവേഷനാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക, ആവശ്യത്തിന് മാത്രം പുറത്ത് പോവുക. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള കുക്കിങ്ങൊക്കെ നമുക്ക് ചെയ്യാം, പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താം. അതുപോലെ വീഡിയോ ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നമ്മുടേതായ പുതിയ ഹോബീസ് കണ്ടെത്താം. അങ്ങനെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാം. മാക്സിമം കുട്ടികളെ ആയാലും ഓരോ ക്രാഫ്റ്റ്, അങ്ങനെ ഡാൻസ്, പാട്ട്, അങ്ങനെ നമ്മൾ പാരൻസ് ആയാലും അതിൽ ഇൻവോൾവ് ചെയ്യിക്കുക. പൊതുവെ പുറത്തേക്കൊന്നും അങ്ങനെ കളിക്കാൻ വിടാതെയൊക്കെ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ എല്ലാവരും തരണം ചെയ്യണം. അപ്പോൾ വീട്ടിൽ മാക്സിമം സ്പെൻഡ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ്, പിന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാം. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ മാക്സിമം സേഫായിട്ടും അതുപോലെ തന്നെ നമ്മളൊരു പെട്ടെന്നൊരു ഡൗൺ ആയി പോകാതെ, ഒരു ടൈം സ്പെൻഡ് ചെയ്യാതെ, വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കാതെ നമുക്ക് എങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം, സേഫായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളത് നമുക്ക് അതിനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. ലോകത്തെമ്പാടുള്ള എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യണം. എല്ലാവരും റിക്കവർ ചെയ്യാനും വേഗം റിക്കവർ ചെയ്യാനും എല്ലാം പെട്ടെന്ന് പറ്റട്ടെ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ താറാവ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതൊരു 1/2 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒക്കെ താറാവിന് വെക്കുമ്പോൾ മെയിനാണ് കേട്ടോ. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, കുരുമുളക് മുഴുവനോടുള്ള കുരുമുളക് പൊടിച്ചെടുത്തതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് പിടിപ്പിക്കുക എല്ലാതും. അത് നമുക്കൊരു മിക്സ് ചെയ്തതൊരു 5 to 10 മിനിറ്റ്സ് അങ്ങനെ വെക്കാം കേട്ടോ, നമുക്കതിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 5 to 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുക്കറിലേക്ക് മാറ്റിയിട്ട് ഞാനതിലേക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ കത്തിച്ച് നമുക്കത് ഒരു 4 to 5 വിസിൽ, 4 വിസിലായാലും മതി. അത്ര വിസിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 4 വിസിൽ വന്നിട്ടുണ്ട്, തീ ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക്. ഇപ്പോൾ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം, ഇത് ഓപ്പൺ ചെയ്തിട്ട്. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മീഡിയം സൈസിൽ സബോള, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളി വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ആയാലും ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം സബോള അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം.
പിന്നെ പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിൽ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാനൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണോളം, ഫുള്ള് ടേബിൾ സ്പൂണോളം ഉണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം. പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി കുരുമുളക് പൊടിയാണ് താറാവ് കറിയുടെ മെയിൻ എന്ന് പറയാം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടി ഉണ്ട്, 1 സ്പൂൺ മുളക് പൊടി മതി. പിന്നെ ഇത് കുരുമുളക് പൊടിയും പെരിഞ്ജീരകവും പൊടിച്ചതാണ്, 2 സ്പൂൺ ഇടുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 1 സ്പൂണോളം കുക്കറിൽ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായി എല്ലാ പൊടികളുടെയും പച്ചമണം മാറുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇത് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ എല്ലാം പൊടിച്ചെടുത്ത ഗരം മസാല പൗഡർ ഉണ്ടെങ്കിൽ അത് അതിലിട്ട് കൊടുത്താൽ മതി. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നോൺ വെജൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഫ്ലേവർ എന്ന് പറയുന്നത് മസാല തന്നെയാണ്. മസാല ഇടണം എന്തായാലും. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് പൊടികളുടെ. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച താറാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. താറാവ് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വറ്റി വരണം. നമുക്കിതെല്ലാം നന്നായി മസാലയെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറച്ചുള്ളൂ, ഇത് ഫുള്ള് വറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് നന്നായി പിടിക്കും. ഇനി ഈ ടൈമിലൊക്കെ ഇപ്പോൾ വീട്ടിലൊക്കെ കുറേ മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചിലവർക്കൊക്കെ ഈ താറാവിൽ ഇപ്പോൾ കണ്ടു ഒരു നെയ്യ് പോലെയുണ്ട്, ഈ തൊലിയിലൊക്കെ ഉള്ളൊരു നെയ്യ് പോലെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നേന്ത്രക്കായൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേന്ത്രക്കായ ഈ ടൈമിൽ ഈ വെള്ളത്തിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ, നെയ്യൊക്കെ നേന്ത്രക്കായയിൽ പിടിച്ച് കിട്ടും. കണ്ട ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് ഫുള്ള് വറ്റി കിട്ടണം. നമ്മൾ റോസ്റ്റാണല്ലോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചാറൊക്കെ വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് നേന്ത്രക്കായ വെന്ത് വരുമ്പോൾ ഒരു തിക്നെസ്സിൽ കിട്ടും. അപ്പോൾ അത്രയാകുമ്പോൾ അങ്ങനെ നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം. ഇപ്പോൾ റോസ്റ്റ് വെക്കണം, അങ്ങനെ നന്നായി വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു 5 to 10 minutes നമുക്ക് വേവിച്ചെടുക്കാം. അത് നമുക്ക് തുറന്ന് നോക്കാം. കണ്ട വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് കണ്ട നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. ഗ്രേവി വേണ്ടവർക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇനി ജസ്റ്റ് ഗ്രേവി ഇത്തിരി കൂടി വേണം തിക്നെസ്സിൽ വേണ്ടവർക്ക് ഈ സമയത്തൊക്കെ തേങ്ങാപ്പാലില്ലേ, നാളികേരത്തിൻ്റെ പാലെടുത്തിട്ട് ഒരു ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുത്താൽ അങ്ങനെയും ഗ്രേവി കിട്ടും കേട്ടോ. പിന്നെ റോസ്റ്റ് വെക്കണ കാരണം അതൊന്നും ചെയ്യണില്ല, നന്നായി വറ്റിച്ചെടുക്കുകയാണ്, നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇത്തിരി ഗ്രേവി അല്ലെങ്കിൽ ഒരു കറി പോലെ വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യും. ഇപ്പം നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടനാടൻ സ്റ്റൈൽ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറൊക്കെ വന്നിട്ടുണ്ട് എണ്ണയിലൊക്കെ കിടന്നിട്ട്. ഈ ടൈമിൽ നിങ്ങൾക്കിപ്പോൾ നാളികേരം കൊത്തൊക്കെ വറുത്തിടണമെങ്കിൽ അത് വറുത്ത് ചേർക്കാവുന്നതാണ്. എണ്ണയിൽ വറുത്തിട്ട് പോത്തിറച്ചിയിലൊക്കെ ചേർക്കില്ല, അങ്ങനെ ചേർക്കാം. എനിക്കത് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷൻസും ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ സബോള വാട്ടുമ്പോൾ ആ ടൈമിലായാലും നാളികേരം കൊത്ത് ഇത്തിരി വലുതാക്കി അരിഞ്ഞിട്ട് അങ്ങനെ വഴറ്റിയിടാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ.
അപ്പം നമ്മുടെ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. കുരുമുളക് മല്ലിപ്പൊടിയാണ് താറാവ് റോസ്റ്റ് ചെയ്യുമ്പോഴുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ, സീ യു, ടേക്ക് കെയർ ഫ്രണ്ട്സ്.